പോയ പോക്കാണ്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും, ദൈവത്തിന്റെ അവകാശം ആർക്കുള്ളതാ? ദൈവമക്കൾക്കുള്ളതാണ്. അപ്പൊ നമ്മള് ദൈവമക്കളാണെന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാ നമ്മൾ അയ്യോ പത്തേ തരിയോ ചത്തേ വയ്യേ എന്ന് പറയുന്നതിന്റെ കാരണം. നമ്മള് ഒരു ഉറപ്പുണ്ടെങ്കില് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റില്ല. എന്റെ അപ്പന്റെ വസ്തു എനിക്ക് എന്റെ അപ്പനോട് ചോദിക്കാം. ശരിയാണോ? ശരിയല്ലേ? ഹല്ലേലൂയ. എന്റെ അപ്പനൊരു ബൈക്ക് ഉണ്ട് വീട്ടില്, എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, അപ്പ ബൈക്ക് വേണ്ടേ തമ്മില് തന്നെ എനിക്ക് കട വരെ പോണം, കാരണം എന്റെ അപ്പന്റെ ബൈക്കാണ്, എനിക്ക് അവകാശമുണ്ട് ചോദിക്കാൻ. ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു ബോധ്യമില്ല, ഉറപ്പില്ല, വിശ്വാസമില്ല, ദൈവമക്കളാണെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് ഈ കുറുപ്പിന്റെ വാക്ക് പോലെ പാടിപ്പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ ഈ ആൾക്കാരിൽ നിന്ന് പറയാണ്, ഇത് കർത്താവിന്റെ മക്കളാണ്. കർത്താവിന്റെ അവകാശം ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്, യാതൊരു സംശയവുമില്ല. എനിക്ക് 2 മക്കളാണ്. എനിക്കുള്ള ഭൂമിയും വീടും എന്റെ സ്വത്തും എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കത്തുള്ളൂ. ശരിയല്ലേ? ഇത് ഭൗതികമായിട്ടാണെങ്കിൽ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെ പറയുന്നത്, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8:14 എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവിനെ നയിക്കപ്പെടണം. ദൈവത്തിന്റെ മുതല അനുഗ്രഹം എനിക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു ഓപ്ഷനുള്ളൂ, ദൈവാത്മാവിനെ നയിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ ഞാൻ ജീവിക്കണം. ഈ ഒറ്റ കണ്ടീഷനുള്ളൂ. ഈ കണ്ടീഷനിൽ നമ്മൾ ആയി കിട്ടിയാൽ പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവൻ നമുക്കുള്ളതാണ്, യാതൊരു സംശയമില്ല. ഈ അനുഗ്രഹം ആർക്കും കിട്ടുക എന്ന് ചോദിച്ചാൽ അനുസരിക്കുന്നവർക്കുള്ളത്. ഹല്ലേലൂയ. അപ്പോ ദൈവാത്മാവിനെ നയിക്കുന്നവര് ദൈവത്തിന്റെ മക്കളാണ്. ഇവിടെ ഒരു ഭിക്ഷക്കാരനെ കൊടുത്ത് നിർത്തി. എവിടെ കൊടുത്ത് നിർത്തിയത്? ദൈവാലയത്തിന്റെ പടിവാതിക്കൽ കൊടുത്ത് നിർത്തി. നമ്മുടെ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ പിച്ചക്കാരന്മാരി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. ഒരു രീതി മാറണം, ഒരു ശൈലി മാറണം, നമ്മുടെ ഒരു ട്യൂൺ മാറ്റണം. ഇനി പഴയതുപോലെ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. എങ്ങനെ പ്രാർത്ഥിക്കണം? എന്റെ അപ്പ, ഇന്ന് ഞാൻ ഈ ആലയത്തില് നിന്നെ വിളിച്ച് എന്റെ ചങ്ക് പൊട്ടി ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലെ അനുഗ്രഹങ്ങള് എനിക്ക് തന്നെയാണ്. കാരണം മാമോദിസയുടെ തിരുവചനത്തിന്റെ വലിയ യോഗ്യതയാലും ഞാൻ സ്വീകരിക്കുന്ന ദിവ്യകാരന്റെ ഈശോയുടെ തിരുശരീര രക്തത്തിന്റെ യോഗ്യതയാല് അതിങ്ങോട്ട് തരണം. ഇതന്നെയാണ് നമ്മുടെ ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചിട്ട് തന്നില്ലെങ്കില് നിങ്ങൾ കാത്തിരിക്കും. കാരണം ചില കാര്യങ്ങളൊക്കെ ചില സമയത്തിന് അത് തരത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മക്കളെ വിവാഹപ്രായമാവാതെ നമ്മളെ വിവാഹം എത്തിച്ചു കൊടുക്കാൻ പറ്റും. 12 വയസ്സായ കുട്ടി പോലെ എനിക്ക് കല്യാണം കഴിക്കും. നടക്കില്ല മോനെ, നടക്കില്ല മോനെ പറയോ? ഇല്ല. അപ്പൊ ചില കാര്യങ്ങളെ ചോദിക്കുമ്പോൾ ദൈവഹിതം സമയത്തിന്റെ പൂർത്തീകരണമാണെങ്കിൽ അത് നമുക്ക് തന്നിരിക്കും. ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ദൈവഭക്തരായിട്ടുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയിലെ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ ചോദിക്കാതെ തരും. കാരണം എനിക്ക് എന്താ ആവശ്യമുള്ളത് എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. എനിക്ക് എന്താ ആവശ്യമുണ്ടെന്നുള്ളത് എന്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. കാരണം ഒരു മക്കൾക്ക്, നമുക്കൊക്കെ മക്കളുള്ളവരാ, നമ്മുടെ മക്കൾക്ക് എന്താ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഒരു ബർത്ത്ഡേക്ക് മാത്രം ഒരു ഷർട്ടോ ഒരു സാരിയോ ഒരു തുണി മേടിച്ചു കൊടുക്കല്ല. ഒരു ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുക്കുന്നത് മാത്രമല്ല ഒരു അപ്പനമ്മ ചെയ്യാം. ഇതിന്റെ ഇടകാലങ്ങളിൽ ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാൻ അപ്പനമ്മയ്ക്ക് അറിയാം. എന്നതുപോലെ എന്റെ ജീവിതത്തിലെ എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. പക്ഷെ ഞാൻ പരാതി പറയാതെ പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കിപ്പോഴും 8 ധ്യാന കേന്ദ്രങ്ങളിലായിട്ട്, ഇതുപോലെ ദേവാലയങ്ങളിലായിട്ട് 8 സ്ഥലങ്ങളിലായിട്ട് വചനം പ്രഘോഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലായി. അപ്പോ എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് 12 സ്ഥലങ്ങളില് നീ വചനം പ്രഘോഷിക്കണം എന്നുള്ളത് കർത്താവിന്റെ ഒരു മെസ്സേജാണ്, ഒരു സന്ദേശം. ഞാനൊരു കുർബാനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് തന്നത്, സന്ദേശം തന്നിരിക്കുക. 12 സ്ഥലങ്ങളില് നീ പോയി വചനം പ്രഘോഷിക്കണം. എവിടേക്കാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ 4 സ്ഥലങ്ങളാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. 4 സ്ഥലങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ചെയ്യുന്ന സെന്ററുകളാണ്.
അപ്പൊ ഞാൻ 4 സ്ഥലങ്ങളിലായി. അപ്പൊ 4 ഇനി 12ലേക്ക് എത്ര വേണം? ഇനി 8 സ്ഥലങ്ങളിൽ വേണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അതിന് 4 സ്ഥലങ്ങളുണ്ടല്ലോ, ഇനി 12 സ്ഥലം ആവാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ തല പോകാൻ തുടങ്ങി. അന്ന് കുർബാനയിൽ തല പോയിക്കുമ്പോൾ അന്ന് തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, എടാ പൊട്ട. എന്താ വിളിച്ചത്? പൊട്ടൻ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിച്ചാൽ അത് റിയാലിറ്റി ആവുള്ളൂ, ഒറിജിനാലിറ്റി ആവുള്ളൂ. കാരണം എന്താ? ഒരു അപ്പനും അമ്മയ്ക്ക് സ്വന്തം മക്കളെ പൊട്ടി എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇവരുടെ മക്കളെയോ ഈ ബ്രദറിന്റെ മക്കളെയോ ഞാൻ ചെന്നിട്ട് പൊട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പോ എനിക്കിട്ട് തുടിക്കും. ശരിയല്ലേ? എന്റെ മക്കളെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കള് ആരും ഒന്നും എന്നോട് ചോദിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ആരുടെ മോനെ? പരിശുദ്ധാത്മാവ് പറയാണ്, ആ പൊട്ടാന്ന് വിളിച്ചിട്ട് പറയാ, നീ 8 സ്ഥലങ്ങളിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. 8 സ്ഥലങ്ങളില് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കൈയെടുത്തിട്ട് എണ്ണാൻ നോക്കി. അപ്പൊ ശരിയാ, 8 സ്ഥലങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ശരിയാണ്. അങ്ങനെ എണ്ണി നോക്കിയപ്പോഴ് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കറക്റ്റാ. ഹല്ലേലൂയ. ഒന്ന് കുറ്റൂര് സിയോൺ സെന്ററിലുണ്ട്, അതവിടെ കാർഗുട്ട ജ്ഞാന സെന്ററുണ്ട്, ഈ ചെറൂര് ഈ ആലയത്തിലുണ്ട്, ഏറ്റുമാനൂര് സെന്റ് ജോസഫ് പ്രയർ ഹോളിലുണ്ട്, കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്. ഞാനിങ്ങനെ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെയാന്ന് ഇങ്ങനെ എണ്ണി വെക്കും. 5 വിളിച്ചോ. വേളാങ്കണ്ണിയിലെ എല്ലാ മാസം 50 പേര് കൊണ്ടുപോയിട്ട് ധ്യാനിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. എത്രയും ചൊറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിലുണ്ട്, ബാംഗ്ലൂര് വിവേകനഗറിലെ ഇൻഫാന്റ് ജീസസ് ചർച്ചിലുണ്ട്. എത്രയും ശരിയാണോ? കർത്താവിനെ തെറ്റിയിട്ടില്ല, എനിക്ക് തെറ്റി. ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? 4 സ്ഥലം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാ കർത്താവ് പറഞ്ഞത് ദേഷ്യം വന്നിട്ടുള്ള ഭാഷ പൊട്ട 4 അല്ല 8 ഹല്ലേലൂയ. ഇത് അവകാശത്തിൽ നിന്നുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് മുറിപ്പെടില്ല, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ബാക്കി എത്രയില്ല? 12 4 വീടുണ്ട്. അപ്പൊ നമ്മള് വിഷക്കാരുടെ പോലെ പ്രാർത്ഥിക്കണ്ട, അവകാശികളെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:8 പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. വില കൊടുത്ത് വാങ്ങിയതാണ്. യേശുവിന്റെ രക്തം കൊടുത്തിട്ട് ആധിപത്യങ്ങളിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പിശാചിന്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ആരുടെയാണ്? യേശുവിന്റെ സ്വന്തം. ഹല്ലേലൂയ. ഈ കണ്ണടക്കടയിൽ നിന്ന് ഞാൻ 2000 രൂപ കൊടുത്ത് മേടിച്ചാൽ പിന്നെ കടക്കാരന് യാതൊരു അവകാശമില്ല. ശരിയല്ലേ? കാശ് കൊടുത്ത ആളുടെ കയ്യിലാണ് ഈ സാധനം. ഇത് എന്റെ സ്വന്തം എന്നതുപോലെ പിശാചി നമ്മളെ എന്തോരം പേടിപ്പെടുത്തിയാലും നമ്മൾ പറയണം, പോയി പണിയൊന്നും പറ്റില്ലെങ്കിൽ വചനം വെച്ച് കൊടുത്താൽ ശാസിച്ചാൽ മതി, അവൻ ഓടിപ്പോകും. ഭയങ്കര പേടിയാണ്. നിങ്ങളുടെ അധ്യായം കൊട്ടേഷൻ ബാക്കിയൊന്ന് എടുത്ത് പറഞ്ഞു നോക്കി, ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ അയ്യോ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകും. അതുകൊണ്ടല്ലേ മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തില് ഒരു പിശാചബാധിതൻ യേശുവിനെ കണ്ടപ്പോൾ, ഗെരസേനയുടെ നാട്ടിൽ നിന്ന് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പിശാചബാധിതൻ ചോദിക്കുന്നുണ്ട്, അത്യുന്നതനായ ദാവീദിന്റെ പുത്ര, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇങ്ങോട്ട് വന്നത്? എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയെന്ന്? കാരണം എഴുന്നള്ളി വന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടുന്ന് പോകേണ്ടി വരും. അത്രയും പേടിയാണ് പിശാച്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവർക്ക് ഒറ്റ പോയിന്റ് നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വന്നിരിക്കുന്നത് ദേവാലയത്തിലാണ്. ഇവിടെ അവർ താങ്ങി പിടിച്ച് കൊടുത്തിട്ടിരിക്കുന്നത്, പക്ഷെ താങ്ങി പിടിച്ച് കൊടുത്തിട്ടിരിക്കുന്നത് ഭിക്ഷ യാചിക്കാനാണ്. അതിന്റെ അടിയിൽ ഒന്നുകൂടി വായിച്ചാലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാന ക്ഷണിക്കാം. അതിന്റെ അടിയിൽ ആ കാര്യം കൂടി ശ്രദ്ധിച്ച് വായിച്ച് അതിന്റെ താഴെയുള്ള കൂടി വായിച്ചിട്ട് നമുക്ക് പോയിന്റ് എടുക്കാൻ പറ്റുള്ളൂ. 4-ാമത്തെ വാക്യം എടുത്ത് ഇങ്ങനെ വായിച്ചോ. ദേവാലയ വാതിൽക്കൽ അവരെ കിടത്തുക പതിവായിരുന്നു. പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. കേട്ടോ, അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. അതന്നെ അവന്റെ പണി. അവരെന്തുണ്ടായ? പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ നേരെ നോക്കുക. രീതിക്ക് മാറുക. നീയൊന്ന് ശരിക്കും ഒന്ന് നോക്ക്.
നിന്റെ നോട്ടം ഭൗതികമായിട്ട് സമ്പത്തിലേക്കാണ്. നിന്റെ നോട്ടം കിടപ്പും കാശുണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ നിന്റെ രോഗിയായതുകൊണ്ട് നിനക്ക് ജീവിക്കണം, അതിന് ഉപജീവന മാർഗത്തിന് വേണ്ടി നീ സമ്പത്ത് എങ്ങനെ കിട്ടുക, കാശ് ആരെ തരിക, നീ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷെ അതൊക്കെ നിർത്തിയേ, എന്നിട്ട് ഒന്ന് ശരിക്കും നോക്കിയേ. മീൻസ് കർത്താവിന്റെ വചനം ശ്രദ്ധിക്കണം, പ്രഘോഷണം കേൾക്കണം, കേൾക്കുന്നവരെ നോക്കണം, പറയുന്നവരെ നോക്കണം. അതുകൊണ്ട് തന്നെയല്ലേ പത്രോസ് ആഴക്കടയിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ കർത്താവിനെ നോക്കാൻ പറഞ്ഞു. പത്രോസ് കർത്താവിനെ നോക്കിയപ്പോൾ വെള്ളത്തിന്റെ കീഴിൽ നടക്കാൻ സാധിച്ചു. ഹല്ലേലൂയ. എല്ലാവരും നോക്കി കഴിഞ്ഞാൽ താങ്ങും. ഹല്ലേലൂയ. അപ്പൊ ദേവാലയത്തിന് വന്നിരിക്കുമ്പോൾ കർത്താവിനെ നോക്കണം, വചനത്തെ ശ്രദ്ധിക്കണം, പറയുന്നവരെ ശ്രദ്ധിക്കണം, വാക്കുകളിലേക്ക് നോക്കണം. എന്താ നോക്കിയത്? എന്നിട്ട് നോക്കിയിട്ട് അവരോട് പറഞ്ഞ, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ആൾക്കാരെ കൗൺസിലിങ്ങിന് വരുമ്പോൾ, ധ്യാനത്തിന് വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങള് വന്നത് ബ്രദറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ തരാൻ വണ്ടിക്കൂലിക്ക് കാശുണ്ടാവും, അതിൽ കവിഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ റേഷൻ മേടിക്കുന്ന അരി വേണമെങ്കിൽ ഞാൻ തരാം, അത് കുഴപ്പമില്ല. അത് 4 കിലോ അരിയേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കും. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ തരാം, അത് കുഴപ്പമില്ല. അതിൽ കൂടുതലൊന്നും എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, പക്ഷെ ഞാൻ ഒന്ന് തരാം. പത്രോസ് പറഞ്ഞ പോലെ. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരുന്നത്. എന്താ പറഞ്ഞത്? അവരെ നോക്കി പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. അതാണ് കൊടുത്തത്. എന്താ കിട്ടിയത്? നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നമുക്ക് നടക്കാനും വേണം ഒരു ബലം, അല്ലെ? നടക്കാനുള്ള ബലം കാല് തളർന്നത് കൊണ്ടല്ല, നമ്മുടെ മനസ്സ് തളർന്നിരിക്കുക. അതുകൊണ്ട് 5-10 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിക്കുക. ഓരോ ദിവസം ഇങ്ങനെ എണ്ണിപ്പെറുക്കി ഇങ്ങനെ ജീവിച്ചു പോവുക. ഇന്ന് കഴിഞ്ഞ് നാളെ ഇങ്ങനെയാവോ, എന്താവോ, എവിടെയാവോ, ആരാവോ, എപ്പോഴാവോ എന്നൊക്കെ ഇങ്ങനെ ആഹ്ലാദിയായിട്ട് പോവുക. ഇവിടെ വചനത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടായ മതി. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമുക്ക് ബലം കിട്ടും. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് പറഞ്ഞു? പത്രോസ് അവന്റെ കയ്യിൽ പിടിച്ച്, പത്രോസ് വലതു കൈ പിടിച്ച് അവൻ എഴുന്നേറ്റ് ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു കുതിച്ചു ചാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോട് പോകരുത്. ഇന്നത്തെ ധ്യാനം കഴിയുമ്പോൾ നടന്നു സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, തുള്ളിച്ചാടി ആഹ്ലാദിച്ചു, ആരംഭിച്ചു. കർത്താവിനെ നോക്കി കിട്ടിയ വചനത്തിന്റെ ആത്മാവിന്റെ നിറവില് ജീവിക്കണം. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകള് തുടർന്നുള്ള മണിക്കൂറുകൾ ശ്രമിക്കാനായിട്ട്